എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ബേസിക്കലി അതൊരു കുടുംബകഥയാണ്. അതായത് പക്ഷേ 3 തലമുറകളിലൂടെ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുകയാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അരികെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കഥ നടക്കുന്നതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ട് നമ്മൾ കഥ പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം ആ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മറ്റൊന്ന് കേരളത്തിന് പുറത്തൊക്കെ നടക്കുന്ന കഥാപശ്ചാത്തലമുള്ളൊരു സിനിമയാണ്. ഇത് ശരിക്കും ഒരു രീതിയിൽ പഴയകാല 1960s ഒക്കെ ഒരു സമയത്ത് അത് 1964 തുടങ്ങുന്ന ഒരു സിനിമയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്ന ആ സാഹചര്യത്തിൽ തുടങ്ങി ഇപ്പോൾ അവസാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിലൊരു വൈഡർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പശ്ചാത്തലം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ കഥയിൽ നിന്നിട്ട് തന്നെയാണ് അത് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറിയായിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്.